വെച്ചിട്ടുണ്ട്. ഇതാണ് വെൽക്കം ടു ദ പാർക്ക് കോഴ്സ് ഫിറ്റ്നസ് സർക്യൂട്ട്. ഇത് അവരുടെ ഇൻട്രോ ബോർഡിംഗ് അല്ല ഹോർഡിംഗ് ആണ്. അപ്പോൾ ഇത് അമേരിക്കയിലെ പ്രീമിയർ ഫിറ്റ്നസ് സ്പോട്ടാണ്. അപ്പോൾ പാർക്കുകളിലൊന്നും ഇങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും. നമ്മൾ എക്സസൈസൊക്കെ ചെയ്ത് ഫിറ്റാവുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിറ്റ്നസ് സ്റ്റേഷൻ, പിന്നെ അവരുടെ ഗ്രേഡേഷനൊക്കെ പറയുന്നുണ്ട്. പിന്നെ കമ്പനിയുടെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്, പാർക്ക് കോഴ്സ്. അപ്പോൾ ഒരു 30 സെക്കൻഡും കൂടി ഞാൻ കാണിച്ചേക്കാം. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ പാർക്കുകളൊക്കെ ഡിസൈൻ ചെയ്യണവർക്ക് ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കാണിക്കുന്നത്. ഹോർഡിങ് ഇതാണ് ആക്ലസ് സ്ട്രെച്ച്. ഇതും ഡിസ്ക്രിപ്ഷൻ കാണിച്ചേക്കാം. അപ്പോൾ ചെളിയായതുകൊണ്ട് ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല, എന്നാലും ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ഈ കാണിക്കുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവം. അപ്പം നമ്മുടെ നാട്ടിലെ പാർക്കുകളിലും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്നതാണ്. ഹോർഡിങ്ങാണ്. ഇവിടെ മുഴുവൻ ചെളിയായിട്ടുണ്ട്. ഇത് ഹാംസ്ട്രിങ് സ്ട്രെച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കുറച്ച് നേരം കാണിക്കാം. ഇമേജും കണ്ടല്ലോ. അപ്പോൾ ഈ എക്യുപ്മെൻറ്റ് ഇതാണ് ഹാംസ്ട്രിങ് സ്ട്രെച്ചിനുള്ള സംഭവം. എന്താ ആരോ ഇവിടെ ചെളിയാക്കി ഇട്ടേക്കുക. പിന്നെ മൂന്നാമത്തെ ഹോർഡിങ്ങാണ് ഇത്, സിറ്റ് ആൻഡ് റീച്ച്. അപ്പോൾ ഈ അവിടെ ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇരുന്നിട്ട് ഇതേപോലെ മുട്ടിക്കുക. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഒരു കുറച്ച് സെക്കൻഡ് നേരം പിടിച്ച് വെക്കാം. കുറച്ചല്ല, ഒരു 10-15 സെക്കൻഡ് പിടിക്കാം. അപ്പോൾ നമ്മുടെ പാർക്കുകളിലൊക്കെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ കാണിക്കുന്നത്. സിറ്റ് ആൻഡ് റീച്ച്. ഇനി എക്യുപ്മെൻറ്റ് കാണണ്ടേ. ഇതാണ് എക്യുപ്മെൻറ്റ്. അത് പാർക്ക് കോഴ്സ് ഫിറ്റ്നസ് സർക്യൂട്ടിൻ്റെ 4th ഹോർഡിങ്ങാണ്. ഇപ്പം നീ ലിഫ്റ്റാണ്. ഇത് മുകളിൽ ഇങ്ങനെ പിടിച്ചിട്ട് നീ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുക. പിന്നെ സ്റ്റാർട്ടിങ് പവർ, പിന്നെ ഗ്രഡേഷൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നീ ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഹോർഡിങ്ങാണ്. അപ്പോൾ അതിൻ്റെ എക്യുപ്മെൻറ്റ് ഇതാണ് സംഭവം. ഈ എക്യുപ്മെൻറ്റ് വെച്ചിട്ടാണ് അവർ പറയുന്നത്, പിടിച്ചിട്ട് നീ ലിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഫിറ്റ്നസ് സർക്യൂട്ടിലെ 4ാമത്തെ ഹോർഡിങ്ങാണത്, അല്ലെ പോസ്റ്റർ. അപ്പോൾ ഇവിടെ ഒരു സംഭവം കണ്ടിട്ടോ, എന്ന് പറഞ്ഞാൽ പാർക്ക് കോഴ്സ് ഫിറ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ലോഗ് ഹോപ്പ് ഒരു എക്സസൈസുള്ള എക്യുപ്മെൻറ്റാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ചാടണ കാര്യം പറയണം. അപ്പോൾ ഇത് ഹോപ്പ് ഓർ റെയിൽസ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ്, കീപ് ലെഗ്സ് ടുഗദർ ഡ്യൂറിങ് ലോങ് ഹോപ്പ്, റിപ്പീറ്റ് യുവർ പവർ. ഇപ്പോൾ സ്റ്റാർട്ടിങ് പവർ എന്ന് പറഞ്ഞാൽ എണ്ണത്തിൻ്റെ കാര്യം പറയണത്. 1 time, 2 time, 3 times. ഗുഡ് സ്ട്രെങ്തനിങ് എക്സസൈസ് ഫോർ ദ കാഫ് ആൻഡ് തൈ മസിൽസ്. അപ്പോൾ റെയിൽസ് എന്താണെന്ന് കാണണ്ടേ. ഇതാണ് റെയിലിൻ്റെ അവിടെ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ ചാടുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ 4 ചാട്ടം ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്ത എക്സലൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടുത്തെ പാർക്കുകളിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു വേറൊരു എക്സസൈസിൻ്റെ ഒരു ബോർഡാണ്. അതിൻ്റെ എക്യുപ്മെൻറ്റ് ഇവിടെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോഡി കേൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് സിറ്റപ്പ് ചെയ്ത് റിവേഴ്സ് സിറ്റപ്പ് ചെയ്തിട്ട് കാലെടുത്തിട്ട് തലയിൽ കൊണ്ടുവന്ന് മുട്ടിക്കുക. പിന്നെ സ്റ്റാർട്ടിങ് പവർ 1 time, പിന്നെ കൗണ്ടിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്, ബെഞ്ച് മാർക്ക് വെച്ചിട്ടുണ്ട്. സ്പോർട്ടിങ് പവർ 5 times, ചാമ്പ്യൻഷിപ്പ് 10 times. ഇതാണ് പാർക്ക് ബോഡി കേൾ. ഇതാണ് സംഭവം, റിവേഴ്സ് സിറ്റപ്പ് ചെയ്യാനുള്ള സംഭവം.
അപ്പോൾ നമ്മുടെ നാട്ടിലും ഇത് പാർക്കുകളിലൊക്കെ അവതരിപ്പിക്കാവുന്നതാണ്. ബോഡി കേൾ എക്യുപ്മെൻറ്റ്. പിന്നെ അടുത്ത ഹോർഡിങ് വെച്ചിട്ടുണ്ട്. അത് ചിന്നപ്പം എന്ന് പറഞ്ഞ സംഭവമാണ്. എന്ന് പറഞ്ഞാൽ തൂങ്ങി പൊങ്ങുക. പിന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ് പവറും സ്പോർട്ടിങ് പവറും ചാമ്പ്യൻഷിപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ചിന്നപ്പം എന്ന് പറയുന്ന സംഭവം. അതിൻ്റെ എക്യുപ്മെൻറ്റ് ഇത് വെച്ചിട്ടുണ്ട്. ഇതാണ് ചിന്നപ്പ് ചെയ്യാനുള്ള സംഭവം. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പാർക്കുകളിലും ഫിറ്റ്നസ് എക്യുപ്മെൻറ്റ്സ് ആയിട്ട് പിടിപ്പിക്കാവുന്നതാണിത്. ഇത് വേറെ ഒരു എക്യുപ്മെൻ്റാണ്, ബെഞ്ച് കേൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പൊക്കി വെച്ചിട്ട് സിറ്റപ്പ് എടുക്കുന്ന സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ് ബെഞ്ച് മാർക്ക് 5 times 10 times 20 times ബെഞ്ച് മാർക്കും കൊടുത്തിട്ടുണ്ട് ഇവിടെ. ബെഞ്ച് കേൾ അതിൻ്റെ എക്യുപ്മെൻറ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് എക്യുപ്മെൻറ്റ്. അപ്പോൾ ഈ പൊക്കമുള്ള സ്ഥലത്ത് കാല് പൊക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് സിറ്റപ്പ് എടുക്കുക. അപ്പോൾ 20 times ചെയ്താൽ എക്സലൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ബെഞ്ച് കേൾ. അത് ഫിറ്റ് സർക്യൂട്ടിലെ 10th ബോർഡാണ്. അപ്പോൾ ഇത് സിറ്റപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ സിറ്റപ്പ് ചെയ്യാനുള്ള സാമഗ്രികളാണ് ഇത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ പോസ്റ്റർ ഹോർഡിങ്ങാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലാണ് അവർ ഉദ്ദേശിക്കുന്നത് ചെയ്യാനുള്ള സിറ്റപ്പ്. ഇവിടെ ഫുട്ബോൾ കളിക്കുന്ന പിള്ളേരുടെ മൊബൈലും ഷൂസൊക്കെയാണ് ഇവിടെ. അപ്പോൾ ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാലതിൻ്റെ ഇടയിൽ വെച്ചിട്ട് സിറ്റപ്പ് എടുക്കുക. ഇവിടെയാണ് കാല് വെക്കുന്നത്. ഇതാണ് 10th പാർക്കോഴ്സ് ഫിറ്റ് സർക്യൂട്ടിലുള്ള 10th ഹോർഡിങ്. ഇതിൻ്റെ പോസ്റ്ററൊക്കെ പോയി. ഇത് വോൾട്ട് ബാർ എന്നാണ് പറയുന്നത്. ഇതിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതിപ്പോൾ വായിക്കാൻ പറ്റില്ല. എന്നാലും എക്യുപ്മെൻറ്റ് കാണിച്ചേക്കാം. ഇതാണ് വോൾട്ട് ബാർ. ഇത് 11th ഹോർഡിങ്ങാണ്. ഇതാണ് വോൾട്ട് ബാർ. ഫിറ്റ്നസ് സർക്യൂട്ടിൻ്റെ വേറൊരു 12th ഹോർഡിങ്ങാണ്. ഇത് പുഷപ്പിൻ്റെയാണ് കാണിക്കുന്നത്. അപ്പോൾ പുഷപ്പ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ് ഇവിടെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഒന്ന് പിടിച്ച് നോക്കാം, കാണിക്കാം. ഇനി ആ പുഷപ്പ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ് ഇതാണ് പുഷപ്പ് ബാർ. ഇതിൽ പിടിച്ചിട്ടാണ് പുഷപ്പ് ചെയ്യുന്നത്. ചെറുതുകൊണ്ട് ഹൈറ്റുള്ളതുകൊണ്ട് എല്ലാവരും നോട്ട് ചെയ്യുക. അവിടെയും ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇത് പാർക്കോഴ്സ് ഫിറ്റ്നസ് സർക്യൂട്ടിലെ ഹോർഡിങ് നമ്പർ 13 ആണ്. ഇത് ബെഞ്ച് ലെഗ് റൈസ്. ഈ സംഭവം മനസ്സിലായില്ലേ? ഈ ബെഞ്ചിലിരുന്നിട്ട് ആ ഫ്രണ്ടിലുള്ള പോളിൻ്റെ അവിടെ താഴത്ത് കാല് കൂട്ടി വെച്ചിട്ട് പൊക്കിയെടുത്തിട്ട് ഇതാ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക. അപ്പോൾ അത് സ്റ്റാർട്ടിങ് പവർ, സ്പോർട്ടിങ് പവർ, ചാമ്പ്യൻഷിപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചാമ്പ്യൻഷിപ്പ് 20 times ആണ്. ഇതാണ് ബെഞ്ച് ലെഗ് റൈസ്. എക്യുപ്മെൻറ്റ് ഇതാണ്. ആ 2 കൈയും പിടിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ഈ പോളിൻ്റെ സൈഡിൽ കൂടി കാല് എടുത്ത് പൊക്കി മുകളിൽ കൊണ്ടുവന്ന പരിപാടിയാണ്. അതാണ് ബെഞ്ച് ലെഗ് റൈസ്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു, വിചാരിക്കണം. 14ാമത്താണ് ഇത് ബെഞ്ച് ഡിപ്പ്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കണത്. ഇതാണ് ഹോർഡിങ്. ഇരുന്നിട്ട് പൊങ്ങലാണ്. ഇതാണ് ബെഞ്ച് ഡിപ്പ്. ഇത് സംഭവം ഇത് തന്നെയാണ്.